നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ലേണിംഗ് സെഷനിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഒരേ അർത്ഥം വരുന്ന സെന്റൻസുകൾ പറയുമ്പോഴും എഴുതുമ്പോഴും ഒരു വാക്കിന് വ്യത്യാസം വരുന്നത്? എന്നാൽ മലയാളത്തിൽ അതിനൊരു വ്യത്യാസവുമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈ ഒരു റൂൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റാണ്. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത് ഡു ആൻഡ് ഡസ്. അതിന് സെന്റൻസുകൾ യൂസ് ചെയ്യുമ്പോൾ മീനിങ് ഒന്ന് തന്നെയാണ്. എന്നാൽ നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴും ചില സെന്റൻസ് ഡു യൂസ് ചെയ്യും, ചില സെന്റൻസിൽ ഡസ് യൂസ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ സെന്റൻസ് മനസ്സിലാക്കാം. ഞാൻ ഓരോ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു. അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ഡു മൈ ഹോംവർക്ക് എവറി ഡേ. ഒരു സെന്റൻസ് കൂടെ നോക്കാം, എങ്കിലും നമുക്ക് അതിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ. വ്യത്യാസവും മനസ്സിലാക്കണം. അവൻ ഓരോ ദിവസവും തന്റെ ഹോംവർക്ക് ചെയ്യുന്നു. അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഹി ഡസ് ഹിസ് ഹോംവർക്ക് എവറി ഡേ. ഇവിടെ നമുക്ക് മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. അതിനു മുമ്പേ ഡു അല്ലെങ്കിൽ ഡസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, രണ്ടിന്റെ അർത്ഥം ചെയ്യുന്നു എന്നാണ്. ഡൂവും ഡസും മീനിങ് ഒന്ന് തന്നെയാണ്, ചെയ്യുന്നു. അത് മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മലയാളത്തിൽ ഈ രണ്ട് സെന്റൻസും കൂടെ വന്നപ്പോൾ ആകെ വരുന്ന വ്യത്യാസം ഞാൻ അല്ലെങ്കിൽ അവൻ. ആദ്യത്തെ സെന്റൻസിൽ ഞാൻ, രണ്ടാമത്തെ സെന്റൻസിൽ അവൻ. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി സെന്റൻസിന്റെ എല്ലാ വേർഡും ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഐ കഴിഞ്ഞ് ഡു എന്നും ഹി കഴിഞ്ഞ് ഡസ് എന്നുമാണ് വന്നിരിക്കുന്നത്. ഡൂവിന്റെ ഡസിന്റെ മീനിങ് ഞാൻ പറഞ്ഞു, ചെയ്യുന്നു എന്നാണ്. ഐ യു വി ദേ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഐ യു വി ദേ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളുടെ കൂടെ ചെയ്യുന്നു എന്ന് പറയാൻ ഡു ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഐയുടെ കൂടെ, യുടെ കൂടെ, വിയുടെ കൂടെ, ദയുടെ കൂടെ. എന്നാൽ ഹി, ഷീ, ഇറ്റ് അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര്, ഒരു പേര് കേട്ടോ, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യുന്നു എന്ന് ഈ പറയാൻ ഇംഗ്ലീഷിൽ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ശരിക്കും അങ്ങ് ബൈഹേർട്ടാക്കി മനസ്സിൽ തറപ്പിച്ച് വെച്ചാൽ നമുക്ക് ഒരിക്കലും സെന്റൻസുകൾ പറയുമ്പോൾ മിസ്റ്റേക്ക് വരത്തില്ല. അതല്ലെങ്കിൽ നമ്മൾ എല്ലാ സെന്റൻസിലും ചെയ്യുന്നതിനെ ഡു പറഞ്ഞാൽ നമ്മൾ ആരോടാണോ സംസാരിക്കുക അവർക്ക് പെട്ടെന്ന് നമ്മൾ മിസ്റ്റേക്ക് ആണ് പറയുന്നതെന്ന് മനസ്സിലാകും. അർത്ഥം അവർക്ക് മനസ്സിലാകും, പക്ഷെങ്കിൽ അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിക്കുന്ന വേർഡിന്റെ വ്യത്യാസം. ഒരേ മീനിങ് ഉള്ള വേർഡ് രണ്ട് സെന്റൻസിൽ ഡിഫറെന്റ് ആയിട്ട് വന്നേക്കുന്നതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ട് മൂന്ന് സെന്റൻസ് കൂടെ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ആരോഗ്യം നിലനിർത്താൻ ഞങ്ങൾ വ്യായാമം ചെയ്യുന്നു. അത് ഇംഗ്ലീഷ് വരുമ്പോൾ വി ഡു എക്സർസൈസ് ടു സ്റ്റേ ഹെൽത്തി. ഒന്നുകൂടെ നോക്കാം, ഡിഫറൻസ് മനസ്സിലാക്കാം. ആരോഗ്യം നിലനിർത്താൻ അവൾ വ്യായാമം ചെയ്യുന്നു. ഷീ ഡസ് എക്സർസൈസ് ടു സ്റ്റേ ഹെൽത്തി. അങ്ങനെയാണ് ഇംഗ്ലീഷ് വന്നേക്കുന്നത്. ഇവിടെ മലയാളത്തിൽ വന്നപ്പോൾ അതിന്റെ വ്യത്യാസം വന്നേക്കുന്നത് ഞങ്ങൾ അല്ലെങ്കിൽ അവൾ. ആദ്യത്തെ സെൻസ് ഞങ്ങൾ എന്നാണ് വന്നേക്കുന്നത്, രണ്ടാമത്തിനകത്ത് അവൾ എന്നാണ് വന്നേക്കുന്നത്. ബാക്കി എല്ലാ വേർഡ്സും ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വന്നപ്പോൾ വി കഴിഞ്ഞ് ഡു, അടുത്തത് ഷീ കഴിഞ്ഞ് ഡസ് ആണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. വിയുടെ കൂടെ ഡു ആണ് യൂസ് ചെയ്യുന്നത്. വി ഡു എക്സർസൈസ് ടു സ്റ്റേ ഹെൽത്തി. എന്നാൽ ഷീ വന്നപ്പോൾ ഷീ ഡസ് എക്സർസൈസ് ടു സ്റ്റേ ഹെൽത്തി. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഹി, ഷീ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് അല്ലെങ്കിൽ ഇറ്റ്, ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യുന്നു എന്ന് പറയാൻ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഐ, യു, വി ആൻഡ് ദേ ഇതിൻ്റെ കൂടെ ചെയ്യുന്നു എന്ന് പറയാൻ ഡു. വി ഡു എക്സർസൈസ് ടു സ്റ്റേ ഹെൽത്തി, ഷീ ഡസ് എക്സർസൈസ് ടു സ്റ്റേ ഹെൽത്തി. ഇത് നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഒരു സെന്റൻസ് കൂടെ മനസ്സിലാക്കാം. അവർ മറ്റുള്ളവരെ സഹായിക്കാൻ അവരുടെ ഏറ്റവും മികച്ച ശ്രമം ചെയ്യുന്നു. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ദേ ഡു ദെയർ ബെസ്റ്റ് ടു ഹെൽപ്പ് അതേഴ്സ്. അതിലൂടെ കമ്പാരിസൺ നോക്കാം. ജെറി മറ്റുള്ളവരെ സഹായിക്കാൻ തൻ്റെ ഏറ്റവും മികച്ച ശ്രമം ചെയ്യുന്നു. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ജെറി ഡസ് ഹിസ് ബെസ്റ്റ് ടു ഹെൽപ്പ് അതേഴ്സ്. ഇവിടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും തമ്മിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ വ്യത്യാസം വന്നപ്പോൾ അവർന്നും ജെറി എന്നും ഉള്ള വ്യത്യാസമേ വന്നിട്ടുള്ളൂ. എന്നാൽ
ഇംഗ്ലീഷ് വന്നപ്പോൾ ദേ ഡു ആൻഡ് ജെറി ഡസ് എന്നാണ് വന്നിരിക്കുന്നത്. അത് അതേ റൂൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഐ, യു, വി ആൻഡ് ദേ, ഈ 4 കാര്യങ്ങൾ വരുമ്പോൾ ഡു എന്നും, എന്നാൽ ഹി, ഷീ ആൻഡ് ആരുടെയെങ്കിലും പേര് അല്ലെങ്കിൽ ഇറ്റ്, ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഡസുമാണ് ചെയ്യുന്നു എന്ന മീനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഡൂവും ഡസും യൂസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവത്തില്ല. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു പുതിയ സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.